ഒരാൾക്ക് 40 വയസ്സെത്തുക എന്നുള്ളത് ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റിലേക്ക്, നിർണായകമായ വഴിത്തിരിവിലേക്ക് അവൻ എത്തിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അവൻ്റെ ബുദ്ധിയും ശരീരവും മറ്റും പൂർണ്ണ വളർച്ചയിലെത്തുന്ന ഒരു ഘട്ടമാണ് 40 വയസ്സെന്നുള്ളത്. അതുകൊണ്ട് തന്നെ 40 വയസ്സായിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എങ്കിൽ അപകടകരമായ ജീവിതശൈലിയുമായിട്ടാണ് അവൻ മുന്നോട്ട് പോകുന്നത് എന്നാണ് അതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത്. 40 വയസ്സെത്തിയിട്ടും അവൻ്റെ ഈ താന്തോന്നിത്തരം, അവൻ്റെ ഈ തെമ്മാടിത്തരം, റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഈ ജീവിതം, നിസ്കാരം ഖളാ ആക്കിയിട്ടുള്ള ഈ ജീവിതം അവൻ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഗുരുതരമായ അപകടങ്ങളാണ് ഭാവിയിൽ അവന് വരാനുള്ളത് എന്ന് കൃത്യമായി മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. തഫ്സീർ ഇബ്നു കസീറിൽ മഹാനരായ മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം, ഇദാ ബലഗതൽ 40 ഫഖുദ് ഹിദറക. നിനക്ക് 40 വയസ്സെത്തി കഴിഞ്ഞാൽ പിന്നെ നീ വളരെ സഗൗരവം ശ്രദ്ധിച്ചാണ് നിന്റെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തേണ്ടത്. നീ പിന്നെ അതിനുശേഷം നീ നിന്റെ ഈ ഒരു അലസമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് നീ മാറാൻ തയ്യാറാകണം. നീ റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ തയ്യാറാകണം. നിന്റെ സമയം അവസാനിക്കാനായിട്ടുണ്ട്. ആയുസ് എന്ന് പറയുന്നത് ഇനി വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് നിനക്കുള്ളത്. അതുകൊണ്ട് തന്നെ നീ നല്ല രൂപത്തിലാണ് ഇനി ജീവിക്കേണ്ടത്. 40 വയസ്സിന് മുകളിലുള്ള ഏത് ഘട്ടവും ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. അതിലെ ഓരോ ദിവസവും, ഓരോ സമയവും, ഓരോ നിമിഷവും നീ റബ്ബിലേക്ക് നിന്റെ സമയത്തെ മാറ്റിവെക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളും സമയങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടങ്ങളിൽ 40 വയസ്സെത്തിയ, അതിനോടടുത്തെത്തിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും നിങ്ങളുടെ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, നിങ്ങളുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലും, ഹറാമുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ മഹാന്മാർ ഓർമ്മപ്പെടുത്തിയ അപകടകരമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ തേടിയെത്തും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ 11 കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിക്കാൻ ഓരോരുത്തരോടും പറഞ്ഞിരുന്നു. പലരും അത് ചെയ്തിട്ടുണ്ട്. ഇന്ന് 40 വയസ്സായ ആളുകൾ അവരുടെ നിസ്കാരത്തിൽ, അവരുടെ ജീവിതത്തിൽ, അവരുടെ ഇവിടുന്ന മേഖലകളിലൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയല്ലോ. അതേപോലെ തന്നെ ഇനി ഏറ്റവും കൂടുതൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുറച്ചങ്ങ് ഒരു 30-40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി ആ ചിരിയും കളിയും അങ്ങനെ മുഴുവനായിട്ട് സന്തോഷങ്ങൾ മാറ്റിവെക്കുക എന്നല്ല അർത്ഥം. ഈ വെറുതെ അലസമായിട്ടുള്ള ഇരുത്തമൊക്കെ മാറ്റിവെച്ച് നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ളതാണ്. ആ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് എത്താനുള്ളതാണ്. നാളെ നമുക്ക് ഖബറുണ്ട്, നമുക്ക് മഹ്ശറുണ്ട്, നമുക്ക് സിറാത്തുൽ മുസ്തഖീമുണ്ട്, അവസാനം നമുക്ക് സ്വർഗത്തിലെത്തണം. ആ ഒരു ചിന്തയോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 2 അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാക്ക് തരുന്നു എന്ന്. ആ 2 അവയവങ്ങളിൽ ഒന്ന് നാവിനെ കുറിച്ചാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് നമ്മുടെ നാക്ക് കാരണം മറ്റുള്ളവർക്ക് നമ്മെ വെറുത്തു പോകാനിടയാകുന്ന 6 കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമ്മുടെ വാക്ക് കാരണം, നമ്മുടെ സംസാരം കാരണം മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണമാകുന്ന 6 സംസാര രൂപങ്ങൾ, 6 സംസാര രീതികൾ, 6 സ്വഭാവങ്ങൾ. ഈ 6 സ്വഭാവങ്ങളുള്ള ഒരാളും ഇഷ്ടപ്പെടില്ല. ആരിഷ്ടപ്പെടൂല? ഞാനും ഇഷ്ടപ്പെടൂല, നിങ്ങളും ഇഷ്ടപ്പെടൂല. ഈ 6 സ്വഭാവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഇത്തരം ആളുകളെ എനിക്കിഷ്ടമില്ല എന്ന് നിങ്ങൾ തന്നെ പറയും. നിങ്ങൾക്കും ഇഷ്ടമല്ല എന്ന് നിങ്ങൾ പറയും. അതേപോലെ തന്നെ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ മറ്റുള്ളവർ, നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടൂലല്ലോ. അപ്പൊ ആ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അത്തരം 6 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ വെറുക്കാതിരിക്കാൻ ഈ 6 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതുണ്ട്, അനിവാര്യമാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 40 വയസ്സായ ആളുകൾ, ഏകദേശം ഒരു 30-40 വയസ്സായ ആളുകളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറാൻ തയ്യാറാകണം, അവരുടെ ഈ അബദ്ധ സഞ്ചാരത്തിൽ നിന്ന്.
ആ മാറ്റങ്ങൾ നമുക്ക് സംസാര രൂപത്തിലൂടെ മാറി തുടങ്ങാം, അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 അവയവങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചാൽ, ആ 2 അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം വാക്ക് നൽകുന്നു. അപ്പൊ ആ 2 അവയവങ്ങളിൽ ഒന്ന് നാക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സംസാരം കാരണം, നമ്മുടെ ഈ നാക്ക് കാരണം മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടാതിരിക്കുന്ന 6 രൂപങ്ങളുണ്ട്. ആ 6 രൂപങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക തന്നെ വേണം. അതിലൊന്നാമത്തത്, നമ്മൾ സാമൂഹിക ജീവിയാണ്, അല്ലെ? മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാര്, അതേപോലെ തന്നെ ഉപ്പ ഉമ്മ മക്കള്, അല്ലെ? ഉപ്പയും മക്കളും തമ്മില്, ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകര്, സുഹൃത്തുക്കൾ തമ്മില്, ഇങ്ങനെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും മാതാപിതാക്കളും മക്കളും തമ്മിലാണെങ്കിലും ജോലി സ്ഥലത്തുള്ള ഇവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഇവരൊക്കെ എത്ര അടുപ്പമുള്ള ആളുകളാണെങ്കിലും ഇവരൊക്കെ വെറുക്കുന്ന 6 സ്വഭാവങ്ങളാണ് പറയുന്നത്. ഈ ഒരു 6 സ്വഭാവം ഭാര്യയിലുണ്ടായാൽ ഭർത്താവിന് ഇഷ്ടമുണ്ടാകില്ല, ഭർത്താവിലുണ്ടായാൽ ഭാര്യയ്ക്ക് ഇഷ്ടമുണ്ടാകില്ല, മക്കളിലുണ്ടായാൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ടാകില്ല, മാതാപിതാക്കളിലുണ്ടായാൽ മക്കൾക്ക് ഇഷ്ടമുണ്ടാകില്ല, ജോലി സ്ഥലത്തുള്ള സഹപ്രവർത്തകർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഉണ്ടായാൽ ഇഷ്ടമുണ്ടാകില്ല, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പിനിടയിൽ ഉണ്ടായാൽ ഇഷ്ടമുണ്ടാകില്ല. നിങ്ങൾ പറയും അവരൊക്കെ ചങ്കാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഉമ്മയും മോനും തമ്മിൽ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അതൊക്കെ പ്രശ്നമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ പലരും വിചാരിക്കും, പലരും അങ്ങനെയൊക്കെ പറഞ്ഞ പലരും ഉണ്ടായിരുന്നു, എൻ്റെ മോൾ ഒരിക്കലും അവൻ്റെ കൂടെ പോകൂല എന്ന് പറഞ്ഞിട്ട് പോയതില്ലേ. അപ്പൊ പ്രതീക്ഷകളൊക്കെ തെറ്റുന്ന മേഖലകളുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോ ഈ 6 സ്വഭാവങ്ങൾ ഏതാണെന്നുള്ളത്, അതിലൊന്നാമത്തത് കമ്പയർ ചെയ്ത് സംസാരിക്കാം. ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങളിൽ മക്കളോടൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ 11 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞ വിഷയം തന്നെയാണ്. അതിലും പറയേണ്ടതാണ്, കാരണം അതിൽ പറയേണ്ടതാണെന്ന് പറയും. കാരണം അതിലത് പറഞ്ഞത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് തകരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോ ആ വിഷയം ഇവിടെയും വരുന്നുണ്ട്. ഇത് ഏതു റിലേഷൻ ആണെങ്കിലും, അത് കപ്പിൾ ലൈഫ് ആവട്ടെ, അത് മാതാപിതാക്കൾക്കിടയിലാവട്ടെ, ഏത് റിലേഷൻ ആണെങ്കിലും പരസ്പരം ആരും ഇഷ്ടപ്പെടാത്ത ഒരു സംസാര രീതി, ഒരു സ്വഭാവമാണ്. അതായത് കമ്പയർ ചെയ്ത് സംസാരിക്കാം. നമ്മൾ സ്വന്തം ഭാര്യയോട് പറയാം, നീ അത്ര പോരാ, അപ്പുറത്തുള്ള ആളെ എന്തോ ഉഷാറായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, നീ ഉണ്ടാക്കുന്നത് തീരെ ടേസ്റ്റ് ഇല്ല, അതിൽ ഉപ്പിന് കുറവുണ്ട്, അതിൽ കറിയിൽ എരിവ് പോരാ, അതിൻ്റെ ആ കൂട്ട് ശരിയായിട്ടില്ല, നിനക്കൊന്ന് യൂട്യൂബ് നോക്കി നേർക്ക് ഉണ്ടാക്കിക്കൂടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുമല്ലോ. അത് ഒരു കാരണവശാലും, അത് എത്ര അടുപ്പമുള്ളവരാണെങ്കിലും മറ്റുള്ളവർക്ക് പരസ്പരം ഇഷ്ടമില്ലാത്ത സ്വഭാവമാണ്. അവള് നന്നായിട്ടുണ്ടാക്കുമല്ലോ, നമ്മളന്ന് വിരുന്നിന് പോയപ്പോ എന്തോ ഭംഗിയായിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മൾ പറഞ്ഞാൽ പോയി കാര്യം. ആ ഒരു സംസാരം തന്നെ ഇഷ്ടപ്പെടൂല. ഒരാളെ മോശമാക്കി മറ്റൊരാളെ നന്നാക്കി സംസാരിക്കുന്നത് പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടമില്ല. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരാളെ മോശമാക്കി മറ്റൊരാളെ നന്നാക്കി സംസാരിക്കുന്നത് പൊതുവിൽ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവ പ്രകൃതമാണ്. അതുകൊണ്ട് കമ്പയർ ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെയും കമ്പയർ ചെയ്ത് സംസാരിക്കരുത്. മകന് മാർക്ക് കുറഞ്ഞു വരുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലുള്ള അയാളെ മോൻ ഇത്ര മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, നീ എന്താ ഇങ്ങനെ ആയിന്ന് ചോദിച്ചാൽ പോയി, പിന്നെ അവനക്ക് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ കമ്പയർ ചെയ്ത് സംസാരിക്കരുത്. ഇത് എപ്പോഴെങ്കിലും നമ്മുടെ സംസാരത്തിന്റെ ഇടയിൽ വരുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഈ സംസാരം ഇതൊരു നേച്ചറായിട്ട്, ഇതൊരു പ്രകൃതിയായി മാറുന്ന ആളുകൾ ഇത് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നു ഇങ്ങനെ, എന്നാൽ അത് ശരിയാവൂല. മദ്ഹുൽ ഗായിബി അലൽ ഹാദിരി തഅരീദുന്ന, നമ്മൾ ഒരാളെ മുമ്പിൽ വെച്ച് മറ്റൊരാളുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാം, അത് ഇയാളെ ഇൻസൾട്ട് ചെയ്യലാണ് ശരിക്കും. നമ്മൾ ചില കമ്മിറ്റിക്കാര്, പള്ളിയിലെ കമ്മിറ്റിക്കാര് ചിലപ്പോൾ പറയും, അന്നുണ്ടായിരുന്ന ഉസ്താദ് ഉണ്ടല്ലോ, ആ ഉസ്താദ് എന്ത് നല്ല ഖിറാഅത്താ, അവരിങ്ങനെ ഓതുന്ന കേട്ടാൽ മക്കയിലും മദീനയിലും പോയ പോലെയാണ്, അവര് വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഹറമിലെങ്ങാനും നിൽക്കുന്ന പോലെ തോന്നുന്ന ചില കമ്മിറ്റിക്കാര് പുതിയ വന്ന ഉസ്താദിനോട് പറയും. അത് യഥാർത്ഥത്തിൽ ആ പുതിയ വന്ന ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്യലാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. ആ പുതിയ വന്ന ഉസ്താദിനെ ഇൻസൾട്ട് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ ആ സംസാര ശൈലി മാറ്റണം. കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന സംസാര രൂപം മാറ്റണം.
അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ, കമ്പയർ ചെയ്ത് സംസാരിക്കുന്ന രൂപം. പരസ്പരം ഒരാളെ പൊക്കിയിട്ട് ഒരാളെ നന്നാക്കിയിട്ട് ഒരാളെ മോശമാക്കി സംസാരിക്കുന്നത് പൊതുവിൽ ആർക്കും ഇഷ്ടമുണ്ടാകൂല. അത് നല്ല രൂപത്തിൽ പറഞ്ഞാലും ഇഷ്ടമുണ്ടാകൂല. രണ്ടാമത്തത് നമ്മൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കേണ്ട വിഷയമാണ് ഈ പൊങ്ങച്ചം പറയാം. അത് പൊതുവിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലാണെങ്കിലും ആർക്കിടയിലാണെങ്കിലും എത്ര അടുപ്പമുള്ള റിലേഷൻഷിപ്പിനിടയിലാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ സ്വയം പൊക്കിയിട്ട് ആത്മപ്രശംസ നടത്തുക, പൊങ്ങച്ചം പറയാം, ഇത്തരം വിഷയങ്ങൾ പൊതുവിൽ ആർക്കും ഇഷ്ടമില്ലാത്തതാണ്. അതങ്ങനെയാണ് മനുഷ്യൻ. ഒരാളെ അവര് തന്നെ പൊക്കിയിട്ട് പറയുന്നത് തീരെ ഇഷ്ടമില്ലായിരിക്കും. അതവന്റെ സമ്പത്തിനെ കുറിച്ച്, എനിക്ക് അത്ര ഉണ്ട്, ഞാൻ അങ്ങനെ വാങ്ങിച്ചു, ഇങ്ങനെ വാങ്ങിച്ചു, എൻ്റെ ഫോൺ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അവര് നേടിയെടുത്ത അച്ചീവ്മെന്റുകളെ കുറിച്ച് പറയാം. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്നും മനസ്സിലാക്കി, നിങ്ങൾ വേറെ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സംസാരങ്ങളൊന്നും നെവർ മൈൻഡ് ആക്കിയിട്ട് അവരെ കുറിച്ച് നന്നായിട്ട് പൊക്കി പറയുന്നു. അവർ നന്നായിട്ട് പൊങ്ങച്ചം പറയുന്നു. ഞാൻ അവിടെ പോയിരുന്നു, ഞാൻ അമേരിക്കയിൽ പോയിരുന്നു, ഞാൻ ദുബൈയിൽ പോയിരുന്നു, ഞാൻ അവിടെ പോയി പിന്നത് കണ്ടു, അവിടെ കയറി, ഫ്ലൈറ്റിൽ ഇത്ര പ്രാവശ്യം കയറി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവരെ കുറിച്ച് തന്നെ പൊക്കി പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവതേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പറയുമ്പോൾ മറ്റുള്ളവർക്കും അത് ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് പൊങ്ങച്ചം പറയുന്ന ആളുകളെ, അത്തരം ആളുകൾക്ക് ഇഷ്ടമില്ല. അതേത് രൂപത്തിലാണെങ്കിലും. ചിലപ്പോൾ ചില ആൾക്കാർ പറയും, ഞാൻ ഇന്നലെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര വഴക്കായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനങ്ങ് എത്തി അവിടെ ചെന്ന് അതിൽ കാര്യങ്ങൾ ഇടപെട്ടപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവർ കൈപിടിച്ച് നല്ല റാഹത്തായി. അങ്ങനെ ആ പറയലിലൂടെയും നമ്മൾ പ്രതിപക്ഷത്തെ മുന്നിൽ കണ്ട് അവരെയും കൂടെ മാനിച്ച് പറയണ്ടേ? നമ്മൾ സ്വയം പൊങ്ങുന്ന രൂപത്തിൽ ആ ഒരു ടോണോടുകൂടെ ഒക്കെ പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല അത്ര സംസാരം. ആ പ്രോഗ്രാം ഞാനുണ്ടായതുകൊണ്ടാണ് അത്രയും ഭംഗിയായി ഉഷാറായത്. ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മിൽ മറ്റുള്ളവർക്കുള്ള മതിപ്പ് ഒഴിവാക്കാനേ വകവരുത്തുള്ളൂ. അതുകൊണ്ട് അത്തരം സംസാരങ്ങൾ ഒഴിവാക്കുക. അപ്പൊ രണ്ടു കാര്യങ്ങൾ: ഒന്ന്, കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത് ഒഴിവാക്കുക, നമ്മ ആളുകൾ ഇഷ്ടപ്പെടും. രണ്ടാമത്തത്, സ്വയം പൊക്കിയിട്ടുള്ള പൊങ്ങച്ചം പറയുക, ആത്മപ്രശംസ പറയുക, ഇതാർക്കും ഇഷ്ടമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് സ്വഭാവങ്ങൾ നമ്മൾ ഒഴിവാക്കുക. എന്നാൽ നമ്മുടെ നാക്ക് കൊണ്ടുണ്ടാകുന്ന ഒരുവിധം പ്രശ്നങ്ങളെ തൊട്ടൊക്കെ പരിഹാരം ഉണ്ടാവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകളുടെ കുടുംബ ബന്ധം തകരാൻ കാരണമായത് ഈ ഒരു നാക്കാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് എത്ര അർത്ഥമുള്ള വാക്ക് അല്ലേ? എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം. നമ്മുടെ അടുക്കലെത്തിയ എത്ര കേസുകളാണെന്നറിയാം. ആങ്ങളെയും പെങ്ങളെയും പരസ്പരം മിണ്ടാതിരിക്കുന്നത്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഡിവോഴ്സിലേക്ക് എത്തിയത്, അതൊക്കെ ഒരു നാക്കിന്റെ കാരണം കൊണ്ടാണ്. അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു, അവളെങ്ങനെ അതങ്ങനെ പറയാൻ സാധിക്കാം? അവൾ ആരാത് പറയാൻ? കണ്ടില്ലേ? ആ സംസാരಕ್ಕೆ എന്തിനെ തൊട്ടാണ്? നാക്കിൽ നിന്ന് വന്നതിനെ കുറിച്ചാണ്. അപ്പൊ നാക്ക് വരുത്തി വെക്കുന്ന വിന അത് എത്ര വലുതാണെന്നറിയോ? ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആയുധങ്ങളെ കൊണ്ട് മുറിപ്പെടുത്തുന്ന മുറിവുണങ്ങും, പക്ഷേ നമ്മൾ നാക്കുകൊണ്ട് മുറിപ്പെടുത്തുന്ന ആ മുറിവുണ്ടല്ലോ, അതൊരു കാരണവശാലും ഉണങ്ങൂല. അത്രയും ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് ഈ നാക്ക് നന്നായി പ്രയോഗിക്കുക. വാക്കൊതുക്കുന്നവനൂക്കൻ, ആർക്കാണോ വാക്കൊതുക്കി സംസാരിക്കാൻ കഴിയുന്നവൻ അവനാണ് ശക്തിയുള്ളവൻ എന്നാണ്. സംസാരം മരുന്നിന് തുല്യമാണ്. കൂടിയാൽ ശരിയാവൂല, അത് കൂടിയാൽ അത് കയ്ക്കും, കുറഞ്ഞാൽ അത് മധുരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംസാരം എപ്പോഴും കുറയ്ക്കുക. ഏതോ ഒരു ചിന്തകൻ പറയുന്നത് ഞാൻ ഓർക്കുന്നു, നമുക്ക് ഒരു നാവും രണ്ട് ചെവിയും നൽകിയത് കേൾക്കുന്നത് കൂടുതലാവാനും പറയുന്നത് കുറയാനുമാണ്. അതായത് പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ രണ്ട് ചെവിയുണ്ടല്ലോ, ധാരാളം ഒരു ലിസണർ ആവാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാം കേട്ടിരിക്കുക, ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മുടെ നാക്ക് ഉപയോഗിക്കുക. അങ്ങനെയുള്ള നാക്ക് വളരെ പവർഫുൾ ആയിരിക്കും. നമ്മളെപ്പോഴും ഇങ്ങനെ ബളബളബളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനത്തെ ഒരാൾക്കും ഇഷ്ടമുണ്ടാവില്ല. റേഡിയോ തുറന്നു വെച്ച പോലെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. നേരെ മറിച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നതാണെങ്കിൽ നമ്മുടെ സംസാരം വീണ് കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന ആളുകളുണ്ടാകും. ആരെങ്കിലും ബുദ്ധിപൂർണമായാൽ അവരുടെ സംസാരം കുറയുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ സംസാരം നന്നായി കുറയ്ക്കുക, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേദനയുണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് എന്താ, എടുത്ത ഉടനെ തന്നെ റീപ്ലൈ പറയുക. പെട്ടെന്ന് റീപ്ലൈ പറയാം. അത് പൊതുവിൽ ആർക്കും ഇഷ്ടമല്ല. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ അവിടെ പോയിട്ട് ആ സാധനം ഒന്ന് വാങ്ങിച്ചോ, എനിക്ക് പെട്ടെന്നുള്ള റീപ്ലൈ ഇല്ലേ, പെട്ടെന്ന് റീപ്ലൈ പറയാം. ഇത് നമ്മൾ കൂടുതൽ എന്താ പെട്ടെന്ന് റിജക്റ്റ് ചെയ്യാം. ഒന്നൊരു ആ സംസാരം നമ്മളോട് ഒരു ഉമ്മയോ ഉപ്പയോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെങ്കിലും ഒക്കെ പെട്ടെന്ന് നമ്മളോട് പറയാണ്, എന്താ പെണ്ണൊന്നെടുത്തെന്ന് പറയുമ്പോൾ എനിക്ക് പറ്റൂല, ഞാനിവിടെ വേറെ പഠിക്കാം, പെട്ടെന്ന് ഇങ്ങോട്ട് റീപ്ലൈ ചെയ്യൂലേ. ഒരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ റീപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ അങ്ങനത്തെ ആളുകളെ? അങ്ങനെയുള്ള ആളുകളെ പൊതുവിൽ ആർക്കും ഇഷ്ടപ്പെടൂല. എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ പെട്ടെന്ന് റിപ്ലൈ. എന്നാൽ അതൊന്ന് കേട്ട് ഒന്ന് ചിന്തിച്ച് ആ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞ ആൾക്ക് നമുക്ക് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ തിരിയുന്ന രൂപത്തിൽ ഒരു ഗ്യാപ്പൊക്കെ കൊടുത്ത് പറയുമ്പോൾ അതിനൊരു മാന്യത ഉണ്ട്. ഇതൊരു പ്രതിപക്ഷ ബഹുമാനം ഇല്ലാതെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് പറയുന്നില്ലേ, അത്തരം ആളുകളെ പൊതുവിൽ ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഈ ഉമ്മമാരോട് പെൺകുട്ടികളുടെ ഈ ഒരു ബിഹേവ് ചെയ്യുന്ന രൂപത്തിൽ ഇത് കൂടുതൽ കാണാറുണ്ട്. ചിലപ്പോൾ പെൺകുട്ടികളൊക്കെ ഉമ്മമാരോട് പെട്ടെന്ന് റീപ്ലൈ കൊടുക്കും. ഇങ്ങനെ എന്താ നീ ആ പ്ലേറ്റ് പോയി എടുത്തിടുന്ന എനിക്ക് പറ്റില്ല, ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന റീപ്ലൈ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആ പ്രതികരണം പൊതുവിൽ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ പരസ്പരം ഒരു പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാക്കിയിട്ട് നല്ല കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഈ ഒരു നോ 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 എന്നിങ്ങനെ പറയുന്ന ഒരു മാനസികാവസ്ഥ ഒഴിവാക്കിയിട്ട് ആ നെഗറ്റീവ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രൂപത്തിൽ ഒന്ന് സാവകാശത്തില് ഒരു മാന്യമായ രൂപത്തിൽ പ്രതിപക്ഷത്തെ ബഹുമാനിച്ച് റീപ്ലൈ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ഗുണമുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എടുത്തു ചാടി പെട്ടെന്ന് റീപ്ലൈ കൊടുത്ത് പറയുന്നവരെ പൊതുവിൽ ആർക്കും ഇഷ്ടമല്ല. നാലാമത്തത് കുറ്റപ്പെടുത്തലുകൾ. സാധാരണ കുറ്റപ്പെടുത്തുന്ന സമയത്ത് രണ്ട് രൂപങ്ങളിലുണ്ടാവുക. ഒന്ന് നല്ലോണം ചീത്ത പറഞ്ഞിട്ട് നല്ലോണം ശകാരിച്ച് ഷൗട്ട് ചെയ്ത് കുറ്റപ്പെടുത്തും. നിന്നോട് അപ്പോഴേ പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുതെന്നില്ല, നീ എന്തിനാ അങ്ങനെ ചെയ്ത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് കുറ്റപ്പെടുത്തും. ചില ആളുകൾ അങ്ങനെയല്ല. ചില ആളുകൾ കാര്യങ്ങൾ പോയിട്ട് ഇങ്ങനെ നീ അന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ നിന്നില്ലേ, ആ ഭാഗത്ത് ശരിക്കും നിൽക്കാൻ പാടില്ലായിരുന്നു, അവിടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ സാവകാശത്തിൽ പറഞ്ഞു കൊടുക്കില്ല. ഈ രണ്ട് രൂപത്തിൽ കുറ്റപ്പെടുത്തലുകൾ ചെയ്യാം. കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തിട്ട് അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കുന്ന, ഈ രണ്ട് രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളെ ഇഷ്ടമില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്യും, ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇത് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളപ്പോൾ മാത്രം പറയാം. എന്നും ഒരാളോട് ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കലും അതിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കലും അയാളെ മനസ്സ് അത് നന്നായി ഇയാളോട് വെറുപ്പുണ്ടാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രൂപത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഒഴിവാക്കുക. ആവശ്യത്തിന് ആവശ്യമുള്ള സമയത്ത് തന്ത്രപൂർവമായിട്ട് അവന്റെ മനസ്സ് വേദനിപ്പിക്കാതെ അവന്റെ ഹൃദയത്തിലേക്ക് അത് കൈമാറുമ്പോൾ അത് സ്നേഹബുദ്ധിയായുള്ള കൈമാറ്റമാണ്. അത്തരം കൈമാറ്റങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുണ്ടാവില്ല. ഭർത്താവും ഭർത്താക്കന്മാർ തമ്മിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ നടക്കും. ആ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് പരസ്പരം ചീത്ത പറഞ്ഞ് ഈ കുറ്റപ്പെടുത്തലുകൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കപ്പെടേണ്ടത് കപ്പിൾസിനിടയിലാണ്. കാരണം എന്തു കാര്യം അവര് ഫുൾ ടൈം ഒരുമിച്ചുണ്ടാകുന്നവരാണ്. അപ്പൊ ഫുൾ ടൈം ഒരുമിച്ചുണ്ടാകുന്നവരാകുമ്പോൾ എപ്പോഴും കാണുന്നവരല്ലേ. അപ്പൊ ആ ഒരു ഇഷ്യൂസ് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയിട്ട് സംസാരിക്കുമ്പോൾ, ഇനി ആരെങ്കിലും ഒരാൾ റോങ് ആവുമ്പോൾ, മാനുഷികമായിട്ട് റോങ് ആവുമ്പോൾ മറ്റൊരാൾ താഴ്ന്നു കൊടുക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാവും. ഇപ്പോൾ ഈ ചില ഭാര്യഭർത്താക്കന്മാർ എപ്പോഴും രാവിലെ മുതൽ അവരവരുടെ മുഴുവൻ സമയത്തും വഴക്കിലായിട്ട് കഴിഞ്ഞു വിടുന്നവരാ. അതിലുപ്പില്ല, ഇതിൽ എരിവില്ല, കറിയിൽ എരിവില്ല, രാവിലെ ഫുഡ് ഉണ്ടാക്കി റെഡിയായില്ല, ഇങ്ങനെ തുടങ്ങി എല്ലാ സമയത്തും എത്രയോ കപ്പിൾ ലൈഫ് അവരുടെ ആ ലൈഫ് തന്നെ സ്പോയിലായിട്ടുണ്ട്. എത്രയോ കപ്പിൾ ലൈഫ്, അവരുടെ ദാമ്പത്യ ജീവിതം അത് ഡിവോഴ്സിലായത് ഇത്തരം കുറ്റപ്പെടുത്തലുകളിൽ നിന്നാണ്. ആ കുറ്റപ്പെടുത്തലുകൾ വ്രണപ്പെട്ട് അല്ലേ, ഇതൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ. ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് അത് വ്രണമായി അത് വലുതായി നിസാര പ്രശ്നത്തിന്റെ പേരിൽ ഡിവോഴ്സായ എത്രയോ കുടുംബങ്ങളുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കുക പരസ്പരം. ഒരു കാരണവശാലും കുറ്റപ്പെടുത്തരുത്. അങ്ങനെ കുറ്റപ്പെടുത്താതെ തന്ത്രപൂർവ്വം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക.
അഞ്ചാമത്തത് ഇടയിൽ കയറി പെട്ടെന്ന് സംസാരിക്കുന്ന പ്രകൃതം. നമ്മൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കാം. നമ്മളതിൽ ഇടപെടേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ അറിയാത്ത വിഷയമായിരിക്കും, ഒരു പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാവില്ല. എന്നാലും ആ ഒരു ക്രൗഡിന്റെ ഇടയിൽ നിന്ന് നമുക്കൊരു എന്തോ ഒരു ഫേമസ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വെറുതെ നമുക്ക് അറിവില്ലാത്തൊരു വിഷയത്തിനെ കുറിച്ച് ഇടപെട്ട് വെറുതെ സംസാരിക്കാം. അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ പൊതുവിൽ ആർക്കും ഇഷ്ടമില്ല. ആറാമത്തത് സംസാരം അത് മധുരമുള്ളതാക്കുക, അത് മധുരമായി സംസാരിക്കുക. അപ്പോ അത് കൂടാനും പാടില്ല, കുറയാനും പാടില്ല, അത് മിതമായ രൂപത്തിലേക്ക് കൊണ്ടുപോകാം. സംസാരം വെള്ളിയാണെങ്കിൽ മൗനം സ്വർണമാണെന്ന് ചില ചിന്തകന്മാർ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോ അത്രയും വാല്യൂ ഉണ്ട് സംസാരത്തിന്, അത്രയും വാല്യൂ ഉണ്ട് ഏതിനും. മിണ്ടാതിരിക്കുക ഒരാളോട് പിണങ്ങി നിൽക്കുന്നതിനെ കുറിച്ചല്ല, സംസാരിക്കാതെ ആവശ്യമുള്ളിടത്ത് മാത്രം സംസാരിക്കുക, അല്ലാത്ത സമയത്ത് മിണ്ടാതിരിക്കുക, അതിനെക്കുറിച്ചാണ് സ്വർണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ നാക്ക് കാരണം ഒരാളുടെയും മനസ്സ് വേദനിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അപൂർവം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ക്വാളിറ്റിയാണ്. നിങ്ങൾക്കറിയില്ല, മദീനയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ സ്ത്രീ ഖുർആൻ കൊണ്ട് മാത്രം സംസാരിച്ചവരായിരുന്നു. അങ്ങനെ സംസാരം മധുരമുള്ളതാക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ, അതാണ് നമ്മുടെ സംസാരത്തിൽ ഈ ഒരു വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈറായി ലഭിക്കാൻ കാരണമാകുന്ന ഒരൊറ്റ വാക്കാണ് പറയുന്നത്. നിങ്ങൾ അണ്ടർലൈൻ ചെയ്തു വെക്കുക. നിങ്ങളുടെ ജീവിതകാലത്ത് എല്ലായ്പ്പോഴും ഉപകാരപ്പെടും. അപ്പൊ ഞാനത് പറയാൻ പോവാണ്. അതായത് ഒരു വാക്ക് പ്രയോഗിക്കുമ്പോൾ, ഒരു വാക്ക് നമ്മുടെ നാക്കിൽ നിന്ന് നിർഗളിക്കുമ്പോൾ വരുമ്പോൾ ആ വാക്ക് മറ്റുള്ളവരെ വേദനപ്പെടുത്താത്ത വാക്കാണ് എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയണം. അതേത് വാക്ക് പറയുകയാണെങ്കിലും, ഞാനിപ്പോൾ എൻ്റെ ഉമ്മയോട് സംസാരിക്കുമ്പോൾ ഞാനിത് പറഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് വേദനയുണ്ടാകരുത്. ഞാനിത് എൻ്റെ ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ എൻ്റെ ഉസ്താദിന് ഇത് കാരണമായിട്ട് വിഷമം ഉണ്ടാകരുത്. ഞാൻ എൻ്റെ മകളോട് പറയുമ്പോൾ എൻ്റെ മകൾക്ക് ഇത് കാരണമായിട്ടൊരു വിഷമം ഉണ്ടാകരുത്. റിലേഷൻഷിപ്പ് മനോഹരമാകും. അതേതു ബന്ധങ്ങളാണെങ്കിലും, അത് ഭാര്യ ഭർത്താക്കന്മാരാവട്ടെ, മാതാപിതാക്കൾക്കിടയിലാവട്ടെ, ജോലി സ്ഥലത്തുള്ള കൂട്ടുകാർക്കിടയിൽ, ഫ്രണ്ട്ഷിപ്പിനിടയിൽ, എവിടെയാണെങ്കിലും മനോഹരമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായി നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.